ഹലോ മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് പേടി വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പഠിച്ച് തീരാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പഠിച്ച് തീരില്ല എന്നുള്ള ഒരു പേടിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്താണ് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പേടി എന്നുള്ള ഒരു സംഗതി എന്തായാലും എല്ലാവർക്കും ഒരു ലിമിറ്റ് വരെ ഉണ്ടാവും. അതേസമയം രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നതായിരിക്കും, പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഒരു മടിയാണ്, പഠിക്കാനൊരു ഫീല് കിട്ടുന്നില്ല. അപ്പോൾ അത് ഉള്ള ഒരു മോട്ടിവേഷൻ കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ്, ഈ പേടി എന്ന് പറഞ്ഞ ഈ ഇമോഷൻ നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ, അതായത് സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വലിയൊരു ജീവിതം ബാക്കിയുണ്ട്. ആ ലൈഫിൽ നിങ്ങൾ നിരന്തരം നേരിടാൻ പോകുന്ന ഒരു ഇമോഷനായിരിക്കും ഈ പേടി എന്ന് പറഞ്ഞാൽ. അത് ഈ സ്കൂൾ ജീവിതത്തിൽ മാത്രമായിരിക്കില്ല, നിങ്ങൾ മരിക്കുന്നവരെ ഒരുപക്ഷെ നിങ്ങൾ ഈ പേടി എന്ന് പറഞ്ഞ ഇമോഷൻ നിങ്ങൾക്ക് എന്തായാലും വന്നുകൊണ്ടിരിക്കും. അത് നെസസറിലി മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ കരുതേണ്ട ആവശ്യം പോലില്ല. നേരെ മറിച്ച് ആ ഒരു പേടി ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതായത് പരീക്ഷയെ പറ്റി നിങ്ങൾക്ക് പേടിയുണ്ട്. എന്താണ് നിങ്ങൾക്ക് ശരിക്കും പേടി? പരീക്ഷ എഴുതുന്നതിനെ പറ്റിയല്ലോ, പരീക്ഷ ഹോളിൽ പോയി ഇരിക്കുന്നതല്ലോ നിങ്ങൾക്ക് പേടി. പരീക്ഷയിൽ മാർക്ക് കുറയും, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പഠിച്ച് തീരാത്തത് കൊണ്ട് പരീക്ഷയിൽ നാളെ മാർക്ക് കുറയും എന്നുള്ള കാര്യം ഓർത്തിട്ടല്ലേ നിങ്ങൾക്ക് ശരിക്കും പേടിയുള്ളത്. അതൊരു നല്ല കാര്യമല്ലേ? അതിനെപ്പറ്റി പേടിയില്ലെങ്കിലല്ലേ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് വെക്കുക, നിങ്ങൾക്ക് പരീക്ഷയെ പറ്റി ഒരു പേടിയില്ല, മാർക്ക് കുറഞ്ഞാലും ഒരു പേടിയില്ല. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. കാരണം നിങ്ങൾ പരീക്ഷയിൽ മാർക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ലേ, നിങ്ങളുടെ പിന്നീടുള്ള ജീവിതം ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ഈ പേടി എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. കാരണം ആ പേടി ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ നാളെ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ ഞായറാഴ്ച സ്റ്റഡി പ്ലാനിൽ നമ്മൾ വന്നിരുന്നിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നത് ഈ പേടിയുള്ളത് കൊണ്ടാണ്. പേടിയില്ല നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരു നല്ല ഇമോഷനാണ്, പക്ഷേ അത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ. മൈക്ക് ടൈസൻ്റെ ഈ ഒരു കോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ കണ്ടിട്ടില്ലെന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈവൻ മൈക്ക് ടൈസൺ ഏറ്റവും ബെസ്റ്റ് ബോക്സേഴ്സിലായിട്ടുള്ള ഒരാൾക്ക് ഇവർക്ക് പോലും പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടി ഒരു മോട്ടിവേഷനായിട്ട് ഉപയോഗിച്ചാൽ ആ പേടിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പരീക്ഷയെ പറ്റിയുള്ള പേടി ആയിക്കോട്ടെ, പഠിക്കുന്നതിനെ പറ്റിയുള്ള പേടി ആയിക്കോട്ടെ, അത് നല്ലൊരു കാര്യമാണ്. ആ പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഈ മോട്ടിവേഷൻ്റെ കാര്യമാണ്. പല കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സാർ മോട്ടിവേഷൻ ഇല്ല, മോട്ടിവേഷൻ വേണം, മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമോ, മോട്ടിവേഷൻ നല്ല കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാനോ അല്ലെ മറ്റാരും യൂട്യൂബിലായിക്കോട്ടെ, നിങ്ങളുടെ പേരൻസോ ടീച്ചേഴ്സോ ആരും ആയിക്കോട്ടെ, നിങ്ങളെ എത്ര മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും മാക്സിമം അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടോ അല്ല ആ പറയുന്ന കേട്ടിട്ടോ അപ്പോൾ ഒരു ഹൈറ്റൻഡ് ഫീലിംഗ് കിട്ടും, ഹൈ ഫീലിംഗ് കിട്ടും. ഒരു പക്ഷേ നിങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ 1-2 ദിവസം പഠിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തിന് പഠിക്കണം, എന്തിന് മാർക്ക് നേടണം എന്നുള്ള ഒരു റീസൺ, ഒരു കാരണം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാതെ, സ്വന്തമായിട്ടൊരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങൾ എത്ര മോട്ടിവേഷൻ വീഡിയോ കണ്ടാലും ബാക്കിയുള്ള ആൾക്കാർ എത്ര നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ദീർഘകാലം ചെയ്യാൻ പറ്റില്ല. പരീക്ഷയുടെ കാര്യത്തിലും അങ്ങനെയാണ്, ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ടും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ട് അങ്ങനെ സെർച്ച് ചെയ്ത് പോകാതെ, കാരണം അതൊക്കെ ടെമ്പററി സൊല്യൂഷനാണ്. 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം വരും. അത് വീണ്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 1-2 ദിവസം അതിങ്ങനെ ഗുണം വരുമോ ഇല്ല. ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ ഒരു മോട്ടിവേഷൻ വീഡിയോൻ്റെ വാല്യൂ. അതിനെ ചേസ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തിന് നിങ്ങൾക്ക് ഈ മാർക്ക് വേണം, എന്തിന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അതിലൊരു കാരണമുണ്ടാവും. ഒരു കാരണമില്ല നിങ്ങൾ പഠിക്കാതിരിക്കുകയാണ് ഭേദം. അപ്പോൾ എന്തൊരു കാരണം ഉണ്ടാവും. ആ കാരണം നിങ്ങൾക്ക് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരും എക്സ്റ്റേണലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മോട്ടിവേഷൻ കിട്ടി. ഇത് ഞാൻ പറയാൻ മറ്റൊരു കാരണമുണ്ട്. നിങ്ങൾ ഈ സ്കൂൾ ലൈഫിൽ മാത്രമായിരിക്കില്ല ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ഈ പേടി, ഈ മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിലും ഇതൊക്കെ വരാൻ പോകുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, ഡിഫിക്കൽട്ടായിട്ടുള്ള പല സിറ്റുവേഷൻസ് വരും. നിങ്ങളിപ്പോൾ നാളെ ജോലിക്ക് കയറി, ഒരു വർക്ക് നിങ്ങൾ സമയത്തിന് തീർത്തില്ല, നിങ്ങൾ മറന്നുപോയി. ഓഫീസിൽ പോകുമ്പോൾ അറിയാം മാനേജറുടെ അടുത്ത് നല്ല ചീത്ത വെക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആരും മോട്ടിവേഷൻ തരാനില്ല ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. മോട്ടിവേഷൻ തരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് തരുമോ? ഇല്ല. അങ്ങനെ തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ആ സമയത്ത് അതിനൊക്കെ ആ പേടീനെയൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് ഉപയോഗിക്കാൻ സ്വന്തമായിട്ട് ഒരു കാരണം കണ്ടെത്തി ഓഫീസിൽ പോകാനും ആ ചീത്ത കേൾക്കാനും നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ വന്നില്ലേ, ഇത് നടക്കില്ല അല്ലേ? ഇത് റിയലിസ്റ്റിക് ആയിട്ട് സിനാരിയോ അല്ലേ? ഇതുപോലെ പല സിനാരിയോസ് ഉണ്ടാവും. നിങ്ങൾ കുറച്ചും കൂടി പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ട് കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ എവിടെ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കി, സ്കൂളിലെ ടീച്ചർ വിളിച്ചു വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ പേടിയുണ്ടാവും.
അപ്പോൾ പേടിയാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ പേടിയുള്ളപ്പോൾ നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ മോട്ടിവേഷൻ ഇല്ല പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റും? ഇല്ല. മോട്ടിവേഷനിൽ സ്വന്തമായിട്ട് മോട്ടിവേഷൻ ആയേ പറ്റുള്ളൂ. ഒരു കാരണം കണ്ടുപിടിക്കണം, എന്തിന് പോകണം, പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാരണം കണ്ടുപിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ, പല പല സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊന്നും ആരും നിങ്ങളെ ഈ പേടി മാറ്റാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ തരാനോ വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ ആ ക്വാളിറ്റി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആരും നിങ്ങളെ ഇനി അങ്ങോട്ട് കുറേ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയുള്ള ക്വാളിറ്റി നിങ്ങൾ മെല്ലെ മെല്ലെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത് ഉണ്ടാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ സമയം. കാരണം നിങ്ങളെ പേടി തരാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഈ പരീക്ഷാ പഠനം എന്നുള്ള കാര്യം. ഏറ്റവും നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണ്ടിയുള്ള ഒരു കാര്യമായിരിക്കും ഈ പരീക്ഷാ പഠനം എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ സ്വന്തമായിട്ട് ഈ പേടീനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും ഈ മോട്ടിവേഷൻ ഉണ്ടാക്കാനുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾ ഇപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ അത് തനിയെ ഇങ്ങനെ വരില്ല, ഓട്ടോമാറ്റിക്കലി വരില്ല. ഇപ്പോൾ നിങ്ങൾ ആ ക്വാളിറ്റീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ജീവിക്കുമ്പോഴും ഇതുപോലെ പല പല ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. കാരണം നിങ്ങൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസ് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ജസ്റ്റ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പേടിനെ ടാക്കിൾ ചെയ്യേണ്ടത്, ഈ മോട്ടിവേഷൻ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും കൂടെ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി പ്രാക്ടിക്കലി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലി ഇത്രയേ ഉള്ളൂ മക്കളെ. പരീക്ഷ പേടിയാണ്, ഓക്കെ, നല്ല കാര്യം, പേടി നല്ലതാണ്. കാരണം പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുക. അത് ഭയങ്കര ഭീകര രീതിയിൽ ചെയ്യേണ്ട. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുക. ജസ്റ്റ് നിങ്ങളൊരു 1 hour അല്ലെ ഒരു 45 minutes ഇങ്ങനെ ഡെയിലി പഠിച്ചു കൊടുക്കുക. അതിന് മെല്ലെ മെല്ലെ അത് കൂട്ടി കൊണ്ടുവരിക. മനസ്സിലാക്കേണ്ട ആരും നിങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ പേടി കൂടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം മോട്ടിവേഷൻ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, പള്ളി പഠിക്കാനും ഒരു കാരണം ഉണ്ടാവും. അത് പലപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ കാരണമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടായിരിക്കും, സ്വന്തം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു കരിയറിന് വേണ്ടി, നല്ലൊരു കോളേജിൽ കയറാനോ അല്ലെങ്കിൽ നല്ല സ്കൂളിൽ കയറാനോ എന്തും റീസൺ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അവരെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയുടെ മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റിനെ ഒന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചേ തീരുണ്ടാവുള്ളൂ. അപ്പോൾ പല പല റീസൺസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു റീസൺ മാത്രമായിരിക്കില്ല ഒരാൾക്ക്. അപ്പോൾ ആ റീസൺ കണ്ടുപിടിക്കുക. എന്നിട്ട് സ്വന്തം സെൽഫ് മോട്ടിവേഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ മോട്ടിവേഷൻ. അതും കൂടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പേടിയും ഈ മോട്ടിവേഷൻ കുറവൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം പോലും ആയിരിക്കില്ല. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് സാർ, എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ആരും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞായറാഴ്ചത്തെ ലൈവ് ഇവൻറ്റിൽ കയറി വരിക. അവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. അതും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാം മാത്രമല്ല മക്കളെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.